തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്തിലെ 14-ാം വാർഡ് പള്ളിക്കുന്നിൽ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കളിസ്ഥലം നിർമ്മിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ UDF പഞ്ചായത്ത് ഭരണസമിതി ഇതിന് സാങ്കേതികാനുമതി നൽകാൻ തയ്യാറായിട്ടില്ലെന്നും ഫണ്ട് അനുവദിച്ചതിനു ശേഷം 3 ഭരണസമിതി യോഗങ്ങൾ ചേർന്നെങ്കിലും ഇത് അജണ്ടയായി വന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. കളിസ്ഥലത്തിന്റെ പേരിൽ വൻതുക കമ്മീഷൻ നേടുക എന്ന ലക്ഷ്യത്തോടെ അനുയോജ്യമല്ലാത്ത സ്ഥലം വാങ്ങിക്കാനുള്ള ശ്രമമാണ് UDF നേതാക്കളുടേതെന്നും LDFന് സ്വാധീനമുള്ള വാർഡിൽ കളിസ്ഥലം വരണ്ട എന്ന ദുർവാശിയാണ് UDF ഭരണസമിതിക്കുള്ളതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. കേരളത്തിനകത്ത് ഒട്ടനവധി സ്റ്റേഡിയങ്ങളായിക്കോട്ടെ, കളിക്കളങ്ങൾ ഈ കാലഘട്ടത്തിൽ 2ാം ഇടതുപക്ഷം വരുമ്പോൾ എല്ലാ പഞ്ചായത്തിനകത്തും കളിക്കളം നിർമ്മിക്കപ്പെടണം എന്ന നല്ല യുവാക്കളോട് യുവതിയുള്ള ആളുകളോട് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഇവിടുത്തെ വളർന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ തിരുവള്ളൂരിനകത്ത് ഒരു ഇടപെടലും ഈ ഭരണസമിതി എന്നുള്ളതിനകത്ത് നടത്താത്ത രീതിയിലേക്കാണ് പറഞ്ഞത്. നമുക്കറിയാം, മണിയൂരിനകത്ത് കളിക്കളത്തിൻ്റെ പദ്ധതിയായിട്ട് നടന്നു പോവുകയാണ്, വില്യാപ്പള്ളിക്കകത്ത് നടന്നു പോവാണ്, പുറമേരിക്കകത്ത്, അങ്ങനെ കേരളത്തിന് ഒട്ടുമിക്ക പഞ്ചായത്തിനകത്തു കളിക്കളം എന്നുള്ളതിൻ്റെ അകത്ത് ഈ രീതിയിലേക്കുള്ള ഇടപെടുമ്പോൾ തിരുവള്ളൂരിനകത്ത് യാതൊരു ഇടപെടലും. പഞ്ചായത്ത് ഒരു തട്ടിക്കു 2 വർഷം മുമ്പാണ് തിരുവള്ളൂരിന് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ കളിസ്ഥലം നിർമ്മിക്കണമെന്ന ലക്ഷ്യത്തോടെ തിരുവള്ളൂരിന് കമ്മീഷൻ അടിക്കുക. കാരണം തിരുവള്ളൂരിനകത്ത് ഒരു സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലം 61,000 രൂപയ്ക്ക് വാങ്ങണം എന്ന ബോധ്യത്തോടെ അതൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റി കൃത്യമായി ഇടപെട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ DYFI ഉൾപ്പെടെ ആ പരിപാടിക്കകത്ത് ഭാഗമാണ്. ആദ്യം ഞങ്ങളോട് പറയുന്നത് ഈ കളിക്കളം എന്നുള്ളതിൻ്റെ അകത്ത് അവിടെ ചെല്ലുമ്പോൾ ഇന്നൊരു സ്ഥലം നമുക്ക് വാങ്ങണം, കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അടുത്ത യോഗത്തിന് ചെല്ലുമ്പോഴെന്നാണ് പറയുന്നത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഭരണസമിതി കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തി നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രദേശത്തിനകത്ത് തിരുവള്ളൂരിനകത്ത് പൂവോട് പ്രദേശത്തിനകത്ത് കയറി പോകുന്ന മൊട്ടക്കൊല പാറയുടെ മുകളിലും പാറ താഴെ പാറ 8ഓളം കൊള്ളുകൾ, നമ്മുടെ നാട്ടിലെ കൊള്ളു നിറഞ്ഞ എകരമുള്ള ഇന്ന സ്ഥലം കണ്ടങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്. ആ രീതിയിലുള്ള സ്ഥലങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാക്കാനാവില്ല. കാരണം കുഴിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 5-6 നില ബിൽഡിങ്ങിനകത്ത് കുഴിച്ചെടുക്കണം. നികത്തി കൊണ്ടുവരുവാണെങ്കിൽ ആ നിലയിലേക്ക് നികത്തി കൊണ്ടുവരേണ്ടി വരും. അതിൽ മുകളിലും പാറയാണ്, താഴെ ഇതിൻ്റെ ഉള്ളിലേക്ക് പാറ പൊട്ടിച്ചെടുക്കേണ്ടി വരും. ഇങ്ങനെ അനുയോജ്യമല്ലാത്തൊരു സ്ഥലം ഈ തിരുവള്ളൂരിനകത്ത് കണ്ടെത്തുകയും ഇതിനെ എതിർത്തുകൊണ്ട് ഇടതുപക്ഷം എതിർത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളിസ്ഥലം പള്ളിക്കുന്നിൽ വരണ്ട എന്ന. കാരണം അഴിമതി, കാരണം ഇതൊരു കോൺഗ്രസ്സുകാരൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ആരും വാങ്ങാത്ത, കാരണം 61,000 രൂപയ്ക്കാണ് വാങ്ങാൻ പോകുന്നത് അന്ന് പറഞ്ഞത്. അത് 21,000 25,000 അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 30,000 അപ്പുറത്തേക്ക് പറ്റാത്തൊരു സ്ഥലം, അതിൻ്റെ രീതിയിലേക്ക് സ്ഥലമാണ് ഇത് വാങ്ങാനില്ല, കമ്മീഷൻ അടിക്കുക എന്നുള്ളതിന്. കാരണം തിരുവള്ളൂരിനകത്ത് കോൺഗ്രസിന് ഓഫീസില്ല, ആ ഓഫീസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കമ്മീഷൻ കൊണ്ട് ഉൾപ്പെടുന്നത്. അങ്ങനെ ഈ രീതിയിലുള്ള, കാരണം നാട്ടിലൊരു പിരിവെടുത്തുകൊണ്ട് നടത്തണം എന്ന തീരുമാനം അത് DYFIയും ഇടതുപക്ഷത്തിൻ്റെ അങ്ങനത്തെ അംഗങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ആളുകളൊക്കെ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ഇത് ഇതിനെക്കാട്ട് അനുയോജ്യമായ സ്ഥലം പഞ്ചായത്തിൽ കണ്ടെത്തണം എന്ന നിലയിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ തീരുമാനിച്ചു. DYFI ഉൾപ്പെടെ ആ പരിപാടിക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോകും. ആ വെറുപ്പ് വെച്ച്, കാരണം ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാരുള്ള ഒരു വാർഡിനകത്ത് ഒരു കളിസ്ഥലം വരണ്ട എന്ന ബോധ്യമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 10 ലക്ഷം രൂപ. കാരണം ഒരു 10 ലക്ഷം രൂപ കിട്ടുമ്പോൾ നമ്മളെയൊക്കെ ഏതെങ്കിലും പേരിക്കും ഒരു 10 ലക്ഷം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഈ ഭരണസമിതി ഇപ്പോൾ 2015, 26 വർഷം 10 ലക്ഷം രൂപ 4 മാസത്തോളമായി നിലവിൽ ഫണ്ട് വന്നിട്ട്. പക്ഷേ അതിനുശേഷം ചേർന്ന 3 ബോർഡുകളിലോ UDF ഈ അജണ്ട വെക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അവസാന ഘട്ടം നടന്ന ബോർഡിലാണ് LDF മെമ്പർമാർ ആ ഇരിക്കുന്ന ബോർഡിൽ നിന്ന് പ്രതിഷേധം അറിയിച്ച് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയിട്ട് വന്നത്. പ്രൊജക്ട് നമ്പർ 387, എസ്റ്റിമേറ്റ് നമ്പർ 85,083 നമ്പറിലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിനകത്താണ് 10 ലക്ഷം രൂപ പാസ്സായിട്ട്. പക്ഷേ ഇപ്പോൾ അംഗീകാരം കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു പഞ്ചായത്തിനകത്ത് ഒരു 10 ലക്ഷം കിട്ടുമ്പോൾ 1 ലക്ഷം കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്തുകൊണ്ട് ഒരു പദ്ധതി ഉണ്ടാക്കുവാനാണ് നമ്മൾ ശ്രമിക്കുക. ഇന്ന് തിരുവള്ളൂർ കാണുന്നത് ബാക്കിയെല്ലാം നടന്നു, എല്ലാ ഉദ്ഘാടനം ഇന്ന് ഉൾപ്പെടെ. ഇന്ന് തിരുവള്ളൂരിനകത്ത് കഴിഞ്ഞ ദിവസം പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഭരണസമിതി അംഗങ്ങളെ തടയുന്ന രീതിയിലേക്കായി. കാരണം എസ്റ്റിമേറ്റ് പാസ്സാകാത്ത സ്ഥലം കൃത്യമായിട്ട് എടുക്കാത്ത ആളുകളെ ഉദ്ഘാടനം ചെയ്യാം. ഇത് പഞ്ചായത്ത് ഭരണസമിതി ഈ ശിലാഫലകവുമായിട്ട് തിരുവള്ളൂരിനകത്ത് ഓടി നടക്കുന്ന ശീല. എന്നിട്ട് പോലും ഈ കളിസ്ഥലം ബാക്കി എല്ലാ സ്ഥലത്തും ഉദ്ഘാടനം ചെയ്യാൻ പോവാം. മീൻ മാർക്കറ്റ്, ഇങ്ങനെയുള്ള തിരുവള്ളൂരിനകത്തുള്ള എല്ലാ മേഖലയ്ക്കകത്ത് തകർക്കപ്പെടുന്ന രീതിയിലേക്കാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര.
ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 8-ന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.